അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഈ എക്സിബിഷനിലെ ഓരോ ദിവസങ്ങളിലും ഈ വേദിയിൽ മനോഹരമായ പരിപാടികൾ നടക്കാറുണ്ട്. അതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാമിനാണ് ഇപ്പോൾ നമ്മളിവിടെ സാക്ഷികളായി കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ചില സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കളുടെ കലാപ്രകടനങ്ങളാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. കലാപ്രകടനങ്ങൾക്ക് മുമ്പുള്ള ദീർഘമായ പ്രഭാഷണം എന്ന് പറയുന്നത് ഏറെ അരോചകമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടുതലായി സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എക്സിബിഷൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് അതിൻ്റെ സംഘാടകർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരു സംഗതി ഏറെ മനോഹരമായ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനേക്കാൾ സൗന്ദര്യമുള്ള സൃഷ്ടികൾ ഈ ഭൂമിയിലില്ലേ? മനുഷ്യനേക്കാൾ കാണാൻ സൗന്ദര്യമുള്ള സൃഷ്ടികൾ ഈ ഭൂമിയിലില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ മനോഹരമാകുന്നത് അവൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യത്തിലാണ്. ആ മനസ്സിൻ്റെ സൗന്ദര്യത്തിലാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധ്യമാകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ നല്ല ഒരു സൗന്ദര്യമുള്ള മനുഷ്യനാവുന്നത്. വൈകല്യം എന്ന് പറയുന്നത് ജന്മനാൽ തന്നെ കണ്ണില്ലാതെ കാലില്ലാതെ കൈയില്ലാതെ വരുന്ന മനുഷ്യരെ നമ്മൾ വൈകല്യം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ വൈകല്യം? വിശുദ്ധ വേദഗ്രന്ഥത്തിൽ തന്നെ ഒരു പരാമർശമുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാത്തവർ, കാതുണ്ടായിട്ടും കേൾക്കാത്തവർ, ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാത്തവർ. യഥാർത്ഥത്തിൽ ഇതാണ് വൈകല്യം. കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാതിരിക്കുക എന്നത് വൈകല്യമാണ്. കാതുണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുക എന്നത് വൈകല്യമാണ്. ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാതിരിക്കുക എന്നത് ഭീകരമായ വൈകല്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരെന്നും ഭിന്നശേഷിക്കാരെന്നും ഇങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ വേദിയിൽ നമ്മുടെ മുമ്പിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന ഈ കുട്ടികൾ, അവർ നമ്മളെയാണ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താണ് കഴിവ്, എന്താണ് സൗന്ദര്യം, ആരാണ് മനുഷ്യൻ, ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്നത്. നമ്മൾ അവരെ പഠിപ്പിക്കുകയല്ല, നമ്മൾ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച് സൗന്ദര്യമുള്ള മനുഷ്യരായി, ഹൃദയവിശാലതയുള്ള, ഹൃദയ സൗന്ദര്യമുള്ള മനുഷ്യരായി ഈ സമൂഹത്തെ ഏറ്റെടുക്കാൻ, അവരെ പിന്തുണക്കാൻ നമുക്ക് സാധ്യമാകണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.